നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ശശി തരൂർ കേന്ദ്രമന്ത്രിയാകുമോ? തരൂർ കേന്ദ്രമന്ത്രിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നത് ആരായിരിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് MP ആയി ജയിച്ച തരൂരിന് BJP സർക്കാരിൽ മന്ത്രിയാകാൻ കഴിയുന്നില്ല. തരൂർ BJPയിൽ എത്തിയാൽ അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റ് അംഗമാകും. കേരള രാഷ്ട്രീയത്തിൽ വൈകാതെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണിത്. കേന്ദ്രത്തെ തരൂർ വീണ്ടും പുകഴ്ത്തുന്നത് വെറുതെയല്ല. പുതിയ ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത്. വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവന്നപ്പോൾ തരൂർ പറഞ്ഞു, കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം. ഉത്തരവാദിത്തത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തി ദി വീക്ക് ലേഖനത്തിൽ തരൂർ പറഞ്ഞു. ദി വീക്ക് മനോരമയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് രസകരമായ മറ്റൊരു കാര്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ. 2020-21 കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത്. കോവിഡ് കാലത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി. ഇതിന്റെ ഭാഗമായി 2021 ജാനുവരി 20 മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മ്യാൻമാർ എന്നിവയുൾപ്പെടെ 100-ലധികം രാജ്യങ്ങൾക്ക് ഇത് ഇന്ത്യ വിതരണം ചെയ്തു. സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്നും തരൂർ പറഞ്ഞു. വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. കേവലം വാക്സിൻ നൽകുക മാത്രമല്ല, നേപ്പാൾ, മാലിദ്വീപ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു. ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറ പാകാൻ സാധിച്ചതിനൊപ്പം അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ പറയുന്നു. തരൂർ വെറുതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല. താൻ കോൺഗ്രസിന്റെ വോട്ട് നേടി ജയിച്ചതല്ലെന്ന് തരൂർ ആവർത്തിക്കുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വ്യക്തമാണ്. മുൻപ് അനുനയ നീക്കത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസിന്റെ മുന്നറിയിപ്പുമായി ശശി തരൂർ MP പലവട്ടം രംഗത്ത് വന്നിരുന്നു. പാർട്ടിക്ക് എന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ വ്യക്തമാക്കി. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തരൂർ നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത്. ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു. എൻ്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പാർട്ടിയിൽ അത് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ എന്നോട് ചോദിക്കുന്നു. അതെ, അവർ നമ്മുടെ എതിരാളികളാണ്. പക്ഷെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത്. സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഇതാണ്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഘടകകക്ഷികൾ തൃപ്തരല്ലെന്ന് ദേശീയതലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലെന്നുമാണ് തരൂരിന്റെ തുറന്നു പറച്ചിൽ. സ്വതന്ത്ര അഭിപ്രായ സർവേകളിൽ കേരളത്തിൽ ജനസമ്മതിയിൽ താനാണ് മുന്നിലുള്ളത്. പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ ഈ ജനസമ്മതി ഉപയോഗപ്പെടുത്താൻ, പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല. പാർട്ടി പിന്തുണയേക്കാൾ അധികം വോട്ടുകൾ തിരുവനന്തപുരത്തെ മത്സരത്തിൽ തനിക്ക് കിട്ടി. 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇതേ രീതി പിന്തുണയ്ക്കുമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിലെത്തിയതെന്നും തരൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തരൂർ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഈ അഭിമുഖം നടന്നത്. ഇതിനുശേഷം രാഹുലുമായി നടന്ന കൂടിക്കാഴ്ചയിലും തരൂർ തന്റെ നിലപാട് ആവർത്തിച്ചു. എമ്പുരാൻ സിനിമ പോലെയാണ് തരൂരിന്റെ നീക്കങ്ങൾ. എല്ലാം ബിസിനസ് ആണെന്ന് തരൂരിന് അറിയാം. ബിസിനസിന്റെ വഴിയിൽ തിരിഞ്ഞു നിന്ന് മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതിൽ തരൂർ വിശ്വസിക്കുന്നില്ല. തരൂരിന് പിന്നിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരുണ്ടെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കാറുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനോട് ഏറ്റുമുട്ടി തീരെ ചെറിയ മാർജിനിൽ ജയിച്ചപ്പോൾ തന്നെ തരൂർ ആ തീരുമാനമെടുത്തിരുന്നു. തരൂരിന്റേത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്ന് AICC വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ്
AICC വിലയിരുത്തുന്നത്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിലാണ് AICCയുടെ നിലപാട്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തിയത്. മോദിയുടെയും ട്രംപിന്റെയും പ്രസ്താവനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വ്യാപാര മേഖലയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് തരൂർ പറഞ്ഞത്. തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെ മോദി നയങ്ങൾക്കുള്ള അംഗീകാരം എന്ന വലിയ പ്രചരണം BJP സമൂഹ മാധ്യമങ്ങളിൽ സജീവമാക്കിയിട്ടുണ്ട്. വിദേശകാര്യ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഗ്രാഹ്യവുമില്ലെന്ന് തരൂരിനെയല്ല താൻ ഉദ്ദേശിച്ചതെന്നുമുള്ള പാർലമെന്റിലെ പ്രധാനമന്ത്രി ഈയിടെ നടത്തിയ പരാമർശം വലിയ ചർച്ചയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയിൽ നിന്ന് മോദിക്ക് തരൂരിനോടുള്ള പ്രതിപത്തി വ്യക്തമായിരുന്നു. നേരത്തെ കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ചും തരൂർ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് മുതൽ ഇങ്ങോട്ട് തരൂരിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടാണ് കോൺഗ്രസ് കാണുന്നത്. പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് പോലും സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെ പുകഴ്ത്തിയതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കണ്ടറിയണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയാണ് തരൂരിന്റെ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം എന്നേക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് വെറുതെയാവില്ലെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം. ഞങ്ങൾ അവരെ നോക്കും. അവർ ഞങ്ങളുടെ പൗരന്മാരാണ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നത്. വാസ്തവം അറിയില്ല, തരൂർ പറഞ്ഞു. ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് പ്രതീക്ഷയ്ക്ക് വകയുള്ള വാർത്തകളാണെന്നും തരൂർ പറഞ്ഞു. താരിഫുകൾ ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗൗരവമായ ചർച്ചകൾ ആവശ്യമാണ്. ഒക്ടോബറോടെ താരിഫ് സംബന്ധിച്ച വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിയെ സാരമായി അത് ബാധിക്കുമെന്നും തരൂർ പറഞ്ഞു. തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് കനയ്യ കുമാറും രംഗത്തെത്തി. മോദി ട്രംപ് ഉഭയകക്ഷി ചർച്ച നല്ലതാണെന്നും 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വ്യാപാര സാധ്യതകൾ ഏറെയെന്നും കനയ്യ കുമാർ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ മനുഷ്യത്വരഹിതമായി കൊണ്ടുവരുന്നതിലാണ് ആശങ്ക. രാജ്യവും പൗരന്മാരും അപമാനിക്കപ്പെടുമ്പോൾ സർക്കാർ വ്യക്തമായ നിലപാടെടുക്കണം. സൗഹൃദ രാജ്യം ഇങ്ങനെയാണോ പെരുമാറുകയെന്നും കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് വിമാനം വിടാമായിരുന്നെന്നും കനയ്യ കുമാർ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ തരൂർ ആഗ്രഹിച്ചതാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ കോൺഗ്രസിൽ നിന്നും അനുഭാവപൂർവമായ പ്രതികരണമല്ല ഉണ്ടായത്. അങ്ങനെയാണ് BJP താൽപര്യം തരൂരിൽ ഉടലെടുത്തത്. തരൂർ NSS ആസ്ഥാനത്ത് സജീവമായത് തന്നെ തന്റെ BJP പ്രവേശ ഭാഗമായിട്ടാണ്. BJPയിൽ എത്തുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് സുനന്ദ പുഷ്കർ മരണത്തിൽ നിന്ന് BJP തരൂരിനെ രക്ഷിച്ചതെന്നും കോൺഗ്രസുകാർ പറയുന്നു. കരൺ അദാനി അടക്കമുള്ള ബിസിനസ്സുകാർ തരൂരിന് അനുകൂലമായി ചരട് വലിക്കുന്നുണ്ട്. ദേശീയ സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ വെട്ടിലാക്കിയാണ് കേരള പ്ലാനുമായുള്ള തരൂരിന്റെ പര്യടനം. നിയമസഭയിലേക്ക് മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും വരെയുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ് മതസാമുദായിക നേതാക്കളുടെ പിന്തുണ ആവർത്തിച്ചുറപ്പാക്കിയാണ് നീക്കങ്ങൾ. തരൂരിനെ വാഴ്ത്തി NSS അടക്കം നിലയുറപ്പിക്കുമ്പോൾ കടുത്ത അമർഷമുണ്ടെങ്കിലും കേരള നേതാക്കൾ വിമർശനം ഒതുക്കുന്നു. എന്നാൽ തരൂർ ലൈൻ ശരിയല്ലെന്ന് തന്നെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു. ശശി തരൂരിന്റെ സന്ദർശനങ്ങളിൽ ലീഗ് പ്രത്യേക മാനം കൊടുക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. തരൂരിന്റെ മലപ്പുറം സന്ദർശനം UDFിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. തരൂരിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിരുന്നു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ മുന്നിൽ നിർത്താൻ ലീഗിന് താല്പര്യമുണ്ട്. തരൂർ BJPയിലേക്ക് പലവട്ടം വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ BJPയിൽ ചേരാൻ അദ്ദേഹം തയ്യാറായില്ല. മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തരൂരിനെതിരെ അതിശക്തമായി രംഗത്തെത്തിയത് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. തരൂരിന്റെ ദില്ലിയിലെ വീട്ടിൽ സോണിയ രാഹുൽ വിരുദ്ധ സംഘത്തിന്റെ യോഗം വിളിച്ചത് BJPയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതിയിരുന്നു. നരേന്ദ്രമോദിയുടെ രഹസ്യ നീക്കത്തിൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾ വീണു എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കരുതുന്നത്. അതിന്റെ മുന്നണിയിൽ തരൂർ ഉണ്ടെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കരുതുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂരിന്റെ വീട്ടിൽ നടന്ന രാത്രി സൽക്കാരത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ തരൂരിന്റെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം BJPയുടെ പിന്നാലെയാണ് ഇപ്പോൾ. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ കത്തയച്ച തരൂരിന്റെ നടപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. പാർട്ടി അച്ചടക്കം തരൂരിനും ബാധകമാണെന്ന് അന്ന് നേതാക്കൾ പറഞ്ഞത്. അഭിപ്രായം പാർട്ടി വേദികളിൽ പറയണമെന്ന് നേതാക്കൾ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് വരാതെ ദില്ലിയിലിരുന്ന് തരൂർ പ്രവർത്തിക്കുന്നതിനെയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നു. ദില്ലിയിൽ താമസിച്ച് നിരന്തരം നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന തരൂർ ദേശീയ നേതൃത്വത്തിനെതിരെ കത്തെഴുതുന്നതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു നേതൃത്വത്തിന്റെ അഭിപ്രായം. ശശി തരൂർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശയുണ്ട്. കൂടുതൽ സമയവും അദ്ദേഹം ഡൽഹിയിലാണ് താമസം. കേരളത്തിലേക്ക് മടങ്ങി
മടങ്ങി വന്നപ്പോഴാകട്ടെ കേരളത്തിലെ കോൺഗ്രസുകാരെ പാരവയ്ക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം KPCC നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസുകാരനായിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയനായിരിക്കണം എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത്. ഇതെല്ലാം BJPയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല. CPIക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത്. കിട്ടുന്ന ആരെയെങ്കിലും മത്സരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്ത് CPIക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നുമില്ല. തരൂരിന് CPMുമായി മികച്ച ബന്ധമുള്ളതുകൊണ്ട് CPM വോട്ടുകൾ ചോർന്ന് തരൂരിന്റെ പോക്കറ്റിലെത്തും. പാലക്കാട്ടുകാരനായ തരൂരിന്റെ പ്രകാശ് കാരാട്ടുമായുള്ള ബന്ധം പ്രസിദ്ധമാണ്. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൊമ്പുകോർക്കുന്ന തരൂർ കോളത്തിൽ K സുധാകരുമായി പലവട്ടം കൊമ്പുകോർത്തിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരണത്തിൽ തരൂർ നിൽക്കുന്നത് നരേന്ദ്രമോദിക്കൊപ്പമാണ്. കരുണാദാനിയുമായുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. തരൂരിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിക്കുന്ന തണുപ്പൻ നീക്കം അദാനി കുടുംബത്തിന്റെ ഇടപെടൽ വഴി സംഭവിച്ചതെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസിനെ തരൂരിനെ തള്ളിയിരുന്നു. നരേന്ദ്രമോദിയുമായി തരൂരിന് നല്ല ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. കരുണാദാനി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തരൂരിന്റെ അതിഥിയാകുന്നത് പതിവാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ തരൂർ പാർട്ടിയിലില്ലാത്തതുപോലെയാണ് ഇപ്പോഴും. ജ്യോതി രാജസിദ്ധ്യ മുതൽ ഗുലാം നബി ആസാദ് വരെയുള്ള നേതാക്കൾ പുറത്തുപോയത് തരൂരിന് നന്നായി അറിയാം. BJPയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും. സീനിയർ നേതാക്കൾ ഓരോരുത്തരായി പുറത്തുപോയി BJP പാളയത്തിൽ ചേക്കേറുന്നത് കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പോകുന്നവരെല്ലാം പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത്. തരൂരിന്റെ പോക്കും അവർ കണക്കുകൂട്ടുന്നു. തരൂർ പോയാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. ദേശീയ നേതാക്കളെല്ലാം അടർത്തി മാറ്റി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്ന നീക്കമാണ് BJP നടത്തുന്നത്. തരൂരിന്റെ പ്രതിച്ഛായ മുതലാക്കി അദ്ദേഹത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ മോദിക്ക് താല്പര്യമുണ്ട്. ഇക്കാലം അത്രയും തരൂർ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് പിന്തുണയോടെയല്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകർ തടയും. വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തരൂരിന് തീർച്ചയായും കഴിയും. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തരൂരിന്റെ പിന്തുണയോടെ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് BJP കരുതുന്നു. അതായത് തരൂരിന്റെ തീരുമാനമാണ് ശരി. അറബിക്കടലായ കോൺഗ്രസിൽ നിന്നിട്ടും ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജീവ് തലസ്ഥാനത്ത് നിന്ന് MP ആയാൽ അത് കേരളത്തെ പൂർണ്ണമായി സഹായിക്കുമെന്ന് നാട്ടുകാർക്കറിയാം.